കേരള കോൺഗ്രസിനെ കടന്നാക്രമിച്ച് ഇടുക്കി ബിഷപ്പ് മാർ മാത്യു ആനിക്കുഴിക്കാട്ടിൽ കർഷകരുടെ പാർട്ടിയാണെന്ന് പറയുന്ന കേരള കോൺഗ്രസ് നിലപാടുകളിൽ നിന്ന് വ്യതിചലിക്കുന്നുവെന്ന് ബിഷപ്പ് പൊതുവേദിയിൽ തുറന്നടിച്ചു. മന്ത്രി പി ജെ ജോസഫും റോഷി അഗസ്റ്റിൻ എംഎൽഎയെയും വേദിയിലിരുത്തിക്കൊണ്ടായിരുന്നു ബിഷപ്പിന്റെ വിമർശനം. ഇടുക്കി ജില്ലാ കലോത്സവത്തിന്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ സംസാരിക്കവെയാണ് ഇടുക്കി ബിഷപ്പ് മാത്യു ആനിക്കുഴിക്കാട്ടിൽ കേരള കോൺഗ്രസിനെ രൂക്ഷമായി വിമർശിച്ചത്. മന്ത്രി പി ജെ ജോസഫിനെയും സ്ഥലം എംഎൽഎ റോഷി അഗസ്റ്റിനെയും വേദിയിലിരുത്തിക്കൊണ്ടായിരുന്നു ബിഷപ്പിന്റെ കടന്നാക്രമണം. കർഷകരുടെ പാർട്ടിയാണെന്ന് അവകാശപ്പെടുന്ന കേരള കോൺഗ്രസിന് കർഷകരുടെ കിടപ്പാടം ഉറപ്പാക്കാൻ സാധിച്ചിട്ടില്ലെന്ന് അദ്ദേഹം തുറന്നടിച്ചു. കർഷകരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ സാധിക്കാത്ത വിധം തല മരച്ചുപോയവരായി ഇവർ മാറിയെന്നും ബിഷപ്പ് പറഞ്ഞു. ഉറപ്പുള്ള ഒരു കിടപ്പാടത്തിൽ കിടക്കുന്നവരാണ് ഉറപ്പോടെ ചിന്തിക്കാനും സ്വതന്ത്രമായി പ്രവർത്തിക്കാനും ആകുലതകളും വ്യഗ്രതകളും ഇല്ലാതെ മുന്നേറാൻ സാധിക്കുകയുള്ളൂ. ഇതൊക്കെ ചിന്തിക്കാൻ ഇവരുടെ തല മരിച്ചു പോയതെന്ന് ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്. വോട്ട് മാത്രമാണ് ലക്ഷ്യമെന്ന നിലയിലേക്ക് രാഷ്ട്രീയക്കാർ എത്തിയിരിക്കുന്നു. ഹൈറേഞ്ച് ജനതയ്ക്ക് പട്ടയം കൊടുക്കുന്നതിനായി ഒന്നും ചെയ്യാൻ ജനപ്രതിനിധികൾക്ക് സാധിച്ചിട്ടില്ല. സരിതയും മദ്യവുമാണ് ഇവരുടെ പ്രശ്നമെന്നും രാഷ്ട്രീയ തിമിരം ബാധിച്ചവരല്ല നാട് ഭരിക്കേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. അവർക്ക് സരളയുടെ പ്രശ്നവും പിന്നെ മദ്യത്തിന്റെ പ്രശ്നമൊക്കെ ആയിട്ട് ഇങ്ങനെ എപ്പോഴും പ്രശ്നങ്ങളാണ്, നാട് ഭരിക്കുകയല്ല. അതിനൊക്കെ ഒരു മാറ്റം വരണമെങ്കിൽ കലാബോധം വേണം മനുഷ്യൻ. ഈ സാഹിത്യ രംഗത്തൊക്കെ ഒരു അവബോധമുള്ളവരാകണം. രാഷ്ട്രീയ തിമിരം ബാധിച്ചുകൊണ്ട് രാജ്യം ഭരിക്കാൻ പോയെന്നാൽ ഇതാണ് ഫലം. കൂടുതൽ പറഞ്ഞാൽ ഈ വ്യവസ്ഥിതി തിരുത്താൻ പുതിയ തലമുറയ്ക്ക് സാധിക്കട്ടെ എന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. യദു നാരായണൻ, റിപ്പോർട്ടർ, ഇടുക്കി.